ടെറ്റനസ് ഇമ്മ്യൂൺ ഗ്ലോബുലിൻ പ്രിസ്ക്രൈബ് ചെയ്തു. നെക്സ്റ്റ് ഓപ്ഷൻ ഡി നോക്കിയേ, റെഡ്യൂസസ് പെയിൻ അറ്റ് ദ വൂൺ സൈറ്റ്. വൂൺ സൈറ്റിൽ പെയിൻ റെഡ്യൂസ് ചെയ്യുമോ? ഇതൊരു അനാലിസിസ് ആണോ? അല്ല അല്ലേ. നമ്മൾ എന്ത് ചെയ്യും നോക്കിയ ഓപ്ഷൻ എ നോക്കിയേ, ഇൻക്രീസിങ് ഇൻടേക്ക് ഓഫ് ഫുഡ് ദാറ്റ് ആർ ഹൈ ഇൻ പൊട്ടാസ്യം. പ്രത്യേകിച്ച് അസിസ്റ്റീവ് ഡിവൈസ് ഒന്നുമില്ലാതെ തന്നെ പേഷ്യന് പുറത്തേക്ക് പോകാനൊക്കെ കഴിയുന്നുണ്ട് എന്ന് വെച്ചാൽ എന്താണ്, പേഷ്യൻ ഇസ് ഏബിൾ ടു പെർഫോം ഹിസ് ഓൺ നീഡ്സ് അല്ലേ. സോ അതൊരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കേസാണ്. നമുക്ക് അതിനെ എന്താണ് ഡിസ്ചാർജ് ചെയ്യാൻ പറ്റുമോ? ഉടനെ നമുക്ക് ഡിസ്ചാർജ് ചെയ്യാൻ പറ്റില്ല അല്ലേ. ഹൈ ഓൾ, വെൽക്കം ബാക്ക് ടു എജൂസ് ഇന്റർനാഷണൽ അക്കാഡമി. സോ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് റീസെന്റ് ആയിട്ട് ചോദിച്ച ഒമാൻ പിയേഴ്സൺ എക്സാമിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പം ശ്രദ്ധിച്ചിരിക്കണം, ഇത് നമുക്ക് ശരിക്കും മെമ്മറി ബേസ്ഡ് ആയിട്ട് കിട്ടുന്ന ക്വസ്റ്റ്യൻസ് ആണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ചെറിയ ഗ്രാമാറ്റിക് മിസ്റ്റേക്ക് കാര്യങ്ങളൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. മാക്സിമം പെർഫെക്റ്റ് ആക്കിയാണ് നമ്മൾ ചെയ്യുന്നത് എങ്കിലും മേ ബി കേട്ടോ. പക്ഷേ ഇതിന്റെ കൺസെപ്റ്റ് കോറ് നമ്മൾ മാറാതെയാണ് പ്രസന്റേഷൻ ചെയ്യുക. അപ്പോൾ ഒമാൻ എക്സാമിന്റെ ക്വസ്റ്റ്യൻസ് മേ ബി ഇതുപോലെയുള്ള ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ സെയിം ക്വസ്റ്റ്യൻസ് തന്നെ ചോദിക്കാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നന്നായിട്ട് ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ. നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോകാമേ. സോ ആദ്യത്തെ ക്വസ്റ്റ്യൻ ഓക്കെ, ആൻ അഡോളസെന്റ് സ്റ്റെപ്പ് ഓൺ എ റസ്റ്റി നെയിൽ വൈൽ ഹൈക്കിംഗ് ആൻഡ് ഇസ് ബ്രോട്ട് ടു ദ എമർജൻസി ഡിപ്പാർട്ട്മെന്റ് അല്ലേ. ഒരു അഡോളസെന്റ് ഹൈക്കിങ്ങിന്റെ സമയത്ത് ഒരു റസ്റ്റി നെയിലിൽ വീഴുകയും അതിന്റെ ഭാഗമായിട്ട് പുള്ളി എന്ത് ചെയ്തു, എമർജൻസി ഡിപ്പാർട്ട്മെന്റിലേക്ക് കൊണ്ടുവന്നു. അഡോളസെന്റ് ഇസ് അൺഷ്യർ ഓഫ് ദെയർ ലാസ്റ്റ് ടെറ്റനസ് വാക്സിനേഷൻ അല്ലേ. അതായത് അഡോളസെന്റിന് പുള്ളിയുടെ ലാസ്റ്റ് ടെറ്റനസ് വാക്സിനേഷൻ സംബന്ധിച്ച് ഒരു ഐഡിയ ഇല്ല, എപ്പോഴാണ് എടുത്തിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് അറിയില്ല. സോ അതുകൊണ്ട് എന്താ ചെയ്തത്, ദ ഹെൽത്ത് കെയർ പ്രൊവൈഡർ പ്രിസ്ക്രൈബ്സ് ടെറ്റനസ് ഇമ്മ്യൂൺ ഗ്ലോബുലിൻ അല്ലേ. അതുകൊണ്ട് ഹെൽത്ത് കെയർ പ്രൊവൈഡർ ടെറ്റനസ് ഇമ്മ്യൂൺ ഗ്ലോബുലിൻ പ്രിസ്ക്രൈബ് ചെയ്തു, വിച്ച് ദ നേഴ്സ് അഡ്മിനിസ്റ്റേഴ്സ്. അത് നേഴ്സ് അഡ്മിനിസ്റ്റർ ചെയ്യുകയും ചെയ്തു. വാട്ട് എക്സ്പ്ലനേഷൻ ഷുഡ് ദ നേഴ്സ് പ്രൊവൈഡ് റിഗാർഡിംഗ് ദ പർപ്പസ് ഓഫ് ദിസ് ഇഞ്ചക്ഷൻ. ഈ ഒരു ടെറ്റനസ് ഇമ്മ്യൂൺ ഗ്ലോബുലിൻ കൊടുക്കുമ്പോഴത്തേക്ക് അത് റിലേറ്റ് ചെയ്തിട്ട് എന്ത് എക്സ്പ്ലനേഷൻ ആണ് നേഴ്സ് പറയേണ്ടത് അല്ലെ. സാധാരണ നമുക്കറിയാം, നമ്മൾ വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ യൂഷ്വലി നമ്മൾ എന്ത് ചെയ്യും, TT എടുക്കും, ഇഞ്ചക്ഷൻ TT, അതായത് ടെറ്റനസ് ടോക്സോയിഡ് ഇഞ്ചക്ഷൻ എടുക്കും അല്ലേ. സോ ടെറ്റനസ് ടോക്സോയിഡ് ഇഞ്ചക്ഷൻ എന്ന് പറഞ്ഞാൽ അതെന്താ തരിക, അതൊരു ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി തരും അല്ലേ. അപ്പോൾ യൂഷ്വലി അങ്ങനെ നമ്മൾ എടുക്കുക. പക്ഷേ ഇവിടെ എന്താണ്, ഒരു ടെറ്റനസ് ഇമ്മ്യൂൺ ഗ്ലോബുലിനാണ് എടുത്തത്. അപ്പം സ്വാഭാവികമായിട്ട് പേഷ്യന്റിന് ചോദിക്കാം അല്ലെ, എന്തുകൊണ്ട് എനിക്ക് ടെറ്റനസ് എടുത്തില്ല, എന്തുകൊണ്ടാണ് ടെറ്റനസ് ഇമ്മ്യൂൺ ഗ്ലോബുലിൻ എടുത്തത് എന്ന് ചോദിക്കാം കേട്ടോ. അപ്പൊ അതിന്റെ റാഷണൽ എന്താണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത്. ഓക്കെ, ഓപ്ഷൻ എ പ്രൊവൈഡ്സ് ഇമ്മീഡിയറ്റ് പാസീവ് ഇമ്മ്യൂണിറ്റി അഗെയിൻസ്റ്റ് ടെറ്റനസ്. ഓപ്ഷൻ ബി സ്റ്റിമുലേറ്റ്സ് ലോങ് ടേം ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി. ഓപ്ഷൻ സി ആക്ട് ആസ് ആൻ ആന്റിബയോട്ടിക് ടു പ്രിവെന്റ് ഇൻഫെക്ഷൻ. ഓപ്ഷൻ ഡി റെഡ്യൂസസ് പെയിൻ അറ്റ് ദ വൂണ്ട് സൈറ്റ് അല്ലെ. നോക്കിയേ, അപ്പൊ ഇവിടെ സാധാരണ മണ്ണിൽ വീണിട്ടല്ല ഇവിടെ വന്നേക്കുന്നത്. ഇവിടെ റസ്റ്റ് ഉണ്ട്, നന്നായിട്ട് റസ്റ്റ് ഉള്ള ഒരു നെയിലാണ് പേഷ്യന്റ് വീണിരിക്കുന്നത് അല്ലേ. സോ അപ്പൊ എന്താണ്, അപ്പൊ അതുകൊണ്ടാണ് ഇവിടെ ഈ ടെറ്റനസ് ഇമ്മ്യൂൺ ഗ്ലോബുലിൻ കൊടുത്തേക്കുന്നത്. അതിന്റെ റാഷണലാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അല്ലേ. നോക്കി ഓപ്ഷൻ ബി സ്റ്റിമുലേറ്റ്സ് ലോങ് ടേം ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി. ടെറ്റനസ് ഇമ്മ്യൂൺ ഗ്ലോബുലിന് ഒരു ലോങ് ടേം ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി ആണോ സ്റ്റിമുലേറ്റ് ചെയ്യുന്നത്? അല്ല അല്ലേ. അതായത് ഒരു ലോങ് ടേം ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി സ്റ്റിമുലേറ്റ് ചെയ്യുന്നത് യൂഷ്വലി ആരാണ്, ടെറ്റനസ് ടോക്സോയിഡ് ഇഞ്ചക്ഷൻ ആണ് അല്ലേ. അപ്പം ഈ ഓപ്ഷൻ അല്ല കേട്ടോ. നെക്സ്റ്റ് ചോദിക്കുക, ആക്ട് ആസ് ആൻ ആന്റിബയോട്ടിക് ടു പ്രിവെന്റ് ഇൻഫെക്ഷൻ. ഒരിക്കലും അല്ലേ, അല്ല അല്ലേ. അതായത് ടെറ്റനസ് ഇമ്മ്യൂൺ ഗ്ലോബുലിൻ എന്ന് പറഞ്ഞാൽ ഒരിക്കലും അതൊരു ആന്റിബയോട്ടിക് ആയിട്ട് ആക്ട് ചെയ്യില്ല, അല്ലെങ്കിൽ അതൊരു ആന്റിബയോട്ടിക് അല്ല. നെക്സ്റ്റ് ഓപ്ഷൻ ഡി നോക്കിയേ, റെഡ്യൂസസ് പെയിൻ അറ്റ് ദ വൂണ്ട് സൈറ്റ്. വൂണ്ട് സൈറ്റിൽ പെയിൻ റെഡ്യൂസ് ചെയ്യുമോ? ഇതൊരു അനാലിസിസ് ആണോ? അല്ല അല്ലേ. എന്താണ് അപ്പൊ കറക്റ്റ് ആൻസർ ആയിട്ട് വരിക നോക്കിയേ, ഓപ്ഷൻ എ, അതായത് പ്രൊവൈഡ്സ് ഇമ്മീഡിയറ്റ് പാസീവ് ഇമ്മ്യൂണിറ്റി അഗെയിൻസ്റ്റ് ടെറ്റനസ്. ഈ ടെറ്റനസ് എന്ന് പറയുന്നത് അത്യാവശ്യം സിവിയർ ആയിട്ടുള്ള കോംപ്ലിക്കേഷൻസ് ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ സിവിയർ ആയിട്ടുള്ള ഒരു ഡിസീസ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ നമ്മൾ വളരെ കീനായിരിക്കണം. ഒരിക്കലും എന്താണ്, ടെറ്റനസ് ഉണ്ടാകാനുള്ള ഒരു ഇട നമ്മൾ കൊടുക്കാനായിട്ട് പാടില്ല. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യണം, നമ്മൾ ഇവിടെ ടെറ്റനസ് ഇമ്മ്യൂൺ ഗ്ലോബുലിൻ കൊടുക്കണം. ഈ ടെറ്റനസ് ഇമ്മ്യൂൺ ഗ്ലോബുലിൻ കൊടുക്കുമ്പോൾ എന്താ സംഭവിക്കുക, അത് ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള പാസീവ് ഇമ്മ്യൂണിറ്റി ആണ് കൊടുക്കുക. സോ ഈ ഒരു ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള പാസീവ് ഇമ്മ്യൂണിറ്റി എന്ന് പറയുമ്പോഴത്തേക്ക് യൂഷ്വലി ആ സമയത്തേക്ക് പേഷ്യന് പ്രൊട്ടക്ഷൻ കിട്ടുന്നുണ്ട്. പക്ഷെ ഒരു ലോങ് ടേമിലേക്കുള്ള പ്രൊട്ടക്ഷൻ അവിടെ കിട്ടുന്നില്ല. പക്ഷെ ഈ ഒരു അക്യൂട്ട് ആയിട്ടുള്ള ഒരു സ്റ്റേജ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, തരണം ചെയ്യാനായിട്ട് കഴിയും നമ്മളിപ്പോൾ ഈ പറയുന്ന പാസീവ് ഇമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്യുകയാണെങ്കിൽ കേട്ടോ. അപ്പൊ അതുകൊണ്ടാണ് ഓപ്ഷൻ എ കറക്റ്റ് ആൻസർ ആയിട്ട് വന്നിരിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഓക്കെ, ദ നഴ്സ് ഈസ് ടീച്ചിങ് എ പേഷ്യന്റ് അബൌട്ട് സ്പൈറനോലാക്ടോൺ അല്ലെ. എന്താണ് സ്പൈറനോലാക്ടോൺ, അൽഡാക്ടോൺ എന്നൊക്കെ നമ്മൾ പറയും. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇൻസ്ട്രക്ഷൻസ് ഷുഡ് ദ നഴ്സ് റിവ്യൂ വിത്ത് ദ പേഷ്യന്റ് കേട്ടോ. അതായത് നഴ്സ് ഒരു പേഷ്യന്റിനെ ടീച്ച് ചെയ്യണം എന്തിനെ കുറിച്ചാണ്, സ്പൈറനോലാക്ടോൺ അല്ലെ. നമുക്കറിയാം സ്പൈറനോലാക്ടോൺ എന്ന് പറയുന്നത് എന്താണ്, അതൊരു ഡയൂറിറ്റിക് ആണ് അല്ലെ. അതൊരു ഡയൂറിറ്റിക് ആണ്. ബാക്കി ഞാൻ പറയുന്നില്ല, ബാക്കി ഞാൻ ആൻസർ പറയുമ്പോൾ പറഞ്ഞുതരാം കേട്ടോ. ഡയൂറിറ്റിക് ആണ് അല്ലെ. സോ ഇതില് എന്ത് ഇൻസ്ട്രക്ഷൻ ആണ് ഷുഡ് ദ നേഴ്സ് റിവ്യൂ വിത്ത് ദ പേഷ്യന്റ്, അതായത് എന്ത് റാഷണലാണ് ഇവിടെ നേഴ്സ് ഡിസ്കസ് ചെയ്യേണ്ടത് പേഷ്യന്റുമായിട്ട്. ഓക്കെ, ഓപ്ഷൻ എ ഇൻക്രീസിംഗ് ദ ഇൻടേക്ക് ഓഫ് ഫുഡ് ദാറ്റ് ആർ ഹൈ ഇൻ പൊട്ടാസ്യം. ഓപ്ഷൻ ബി ടേക്കിംഗ് ദ മെഡിക്കേഷൻ റൈറ്റ് ബിഫോർ ഗോയിങ് ടു സ്ലീപ്.
ഓപ്ഷൻ സി അവോയ്ഡിങ് സീസണിങ് ദാറ്റ് ആർ ലേബിൾഡ് ആസ് സോൾട്ട് സബ്സ്റ്റിറ്റ്യൂട്ട്സ്. ഓപ്ഷൻ ഡി സ്കെഡ്യൂളിംഗ് ദ മെഡിക്കേഷൻ സോ ദാറ്റ് മൾട്ടി വൈറ്റമിൻ ഈസ് ടേക്കൺ ആൻഡ് ആർ ലേറ്റർ. എന്താ ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരിക നോക്കി. സ്പൈറനോ ലാക്ടോൺ എന്ന് പറയുന്നത് എന്ത് ഡയൂറിറ്റിക് ആണ്? അതൊരു പൊട്ടാസ്യം സ്പെയറിംഗ് ഡയൂറിറ്റിക് ആണ് അല്ലേ? അതൊരു പൊട്ടാസ്യം സ്പെയറിംഗ് ഡയൂറിറ്റിക് ആണ്. എന്ന് വെച്ചാൽ എന്താണ്? നമ്മുടെ ശരീരത്തിൽ എസ്പെഷ്യലി കിഡ്നീസിൽ നിന്ന് പൊട്ടാസ്യത്തിന് സ്പെയർ ചെയ്തിട്ട് ബാക്കിയുള്ളതിന് മാത്രമായിരിക്കും അത് പുറത്തേക്ക് എക്സ്ക്രീറ്റ് ചെയ്യുക. അതായത് പൊട്ടാസ്യത്തിന് ബോഡിയിൽ തന്നെ റീറ്റെയിൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. സോ അങ്ങനെ വരുമ്പോഴത്തേക്ക് നമ്മൾ എന്ത് ചെയ്യും? നോക്കിയ ഓപ്ഷൻ എ നോക്കിയേ, ഇൻക്രീസിങ് ഇൻടേക്ക് ഓഫ് ഫുഡ് ദാറ്റ് ആർ ഹൈ ഇൻ പൊട്ടാസ്യം. ഓൾറെഡി പേഷ്യന്റെ ശരീരത്തിൽ പൊട്ടാസ്യം റീറ്റെയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ വീണ്ടും പൊട്ടാസ്യം റിച്ച് ഫുഡ് കൊടുത്തു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? അവിടെ പേഷ്യന്റ് ഹൈപ്പർ കലീമിയ ഉണ്ടാവും അല്ലേ? അപ്പൊ ഒരിക്കലും ഈ ഒരു കാര്യം നമ്മൾ പേഷ്യന്റിനോട് പറയില്ല അല്ലേ? നെക്സ്റ്റ് നോക്കിയ ഓപ്ഷൻ ബി, ടേക്കിംഗ് ദ മെഡിക്കേഷൻ റൈറ്റ് ബിഫോർ ഗോയിങ് ടു സ്ലീപ്പ് അല്ലേ? നമുക്കറിയാം ഡയൂറിറ്റിക് എന്ന് പറഞ്ഞാൽ യൂറിൻ ഔട്ട്പുട്ട് ഇൻക്രീസ് ചെയ്യുന്ന ഡ്രഗ്സ് ആണ് അല്ലേ? അപ്പൊ അത് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ച് സമയം കഴിയുമ്പോഴത്തേക്ക് പേഷ്യന്റ് യൂറിൻ പാസ് ചെയ്യാനായിട്ട് തോന്നും. സോ അതുകൊണ്ട് നമ്മൾ ഒരിക്കലും ബിഫോർ ഗോയിങ് ടു സ്ലീപ്പ്, നമ്മൾ ഉറങ്ങാൻ പോകുന്നതിന് മുന്നേ നമ്മൾ ഒരിക്കലും ഡയൂറിറ്റിക്സ് കൊടുക്കാറില്ല. ഓപ്ഷൻ ഡി നോക്കിയേ, സ്കെഡ്യൂളിംഗ് ദ മെഡിക്കേഷൻ സോ ദാറ്റ് മൾട്ടി വൈറ്റമിൻ ഇസ് ടേക്കൺ ആൻ അവർ ലേറ്റർ. അതായത് മൾട്ടി വൈറ്റമിനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ഒരു 1 hour കഴിഞ്ഞിട്ട് വേണം സ്പൈറനോ ലാക്ടോൺ കൊടുക്കാൻ എന്നാണ് പറഞ്ഞേക്കുന്നത്. അതും അല്ല കറക്റ്റ് ആൻസർ ആയിട്ട് വരിക. അപ്പൊ എന്താണ്? നോക്കിയ ഓപ്ഷൻ സി ആണ്. അതായത് അവോയ്ഡ് സീസണിങ് ദാറ്റ് ആർ ലേബിൾഡ് ആസ് സോൾട്ട് സബ്സ്റ്റിറ്റ്യൂട്ട്സ്. എന്താണ്? സാധാരണ ഈ പറയുന്ന സീസണിങ്ങിലൊക്കെ ലേബൽ ചെയ്തിരിക്കുന്നു. എങ്ങനെയാണ്? സോൾട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് എന്ന് പറഞ്ഞ് ലേബൽ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ യൂഷ്വലി പൊട്ടാസ്യം സോൾട്ട് ആയിരിക്കും കൂടുതൽ ഉണ്ടാവുക കേട്ടോ. എന്ന് വെച്ചാൽ അതിൽ പൊട്ടാസ്യത്തിന്റെ കണ്ടന്റ് കൂടുതലായിട്ടുണ്ടാവും. സോ അങ്ങനെ ഉള്ള ഈ സോൾട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് അടങ്ങിയിരിക്കുന്ന സീസണിങ്സ് എടുക്കാൻ പാടില്ല പേഷ്യന്റ്. കാരണം അത് എടുത്തു കഴിഞ്ഞാൽ പേഷ്യന്റ് ഹൈപ്പർ കലീമിയ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അല്ലെ? അപ്പൊ അതുകൊണ്ടാണ് ഇവിടെ ഓപ്ഷൻ സി കറക്റ്റ് ആൻസർ ആയിട്ട് വരിക. നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് പോവാം. നഴ്സ് ഈസ് അസസിങ് എ പേഷ്യന്റ് ഹു ഈസ് 2 weeks പോസ്റ്റ് ഓപ്പറേറ്റീവ് കൈഫോപ്ലാസ്റ്റി ഓഫ് L2 L3 കേട്ടോ. L2 L3 കൈഫോപ്ലാസ്റ്റി കഴിഞ്ഞ ഒരു പേഷ്യന്റ് ആണ്. പേഷ്യന്റ് ഹാസ് ബീൻ പാർട്ടിസിപ്പേറ്റിംഗ് ഇൻ ഫിസിക്കൽ തെറാപ്പി ആൻഡ് ഹാസ് ബീൻ ഡൂയിങ് ഡെയിലി സ്ട്രെച്ചിങ് ആൻഡ് സ്ട്രെങ്തനിങ്. പേഷ്യന്റ് ഫിസിയോതെറാപ്പി ഒക്കെ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട്, ഡെയിലി സ്ട്രെച്ചിങ്ങും സ്ട്രെങ്തനിങ്ങും ഒക്കെ ചെയ്യുന്നുണ്ട്. വിച്ച് ഓഫ് ദ ഫോളോയിങ് വുഡ് ഇൻഡിക്കേറ്റ് ദാറ്റ് ദ പേഷ്യന്റ് ഹാസ് മെറ്റ് ഡിസ്ചാർജ് ഗോൾസ്. ഈ പറഞ്ഞിരിക്കുന്നതിൽ എന്ത് മീറ്റ് ചെയ്യുമ്പോഴത്തേക്കാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക പേഷ്യന്റ് ഡിസ്ചാർജ് ഗോൾസ് മീറ്റ് ചെയ്തു എന്നുള്ളത്? ഓക്കെ. ഓപ്ഷൻ റിപ്പോർട്ട് പെയിൻസ് ഇൻ ദ leg when sitting. Option B, urinating every 2 hours while awake. Option C, fatigue after performing activities of daily living. ഓപ്ഷൻ ഡി, ആംബുലേറ്റ്സ് ഔട്ട്ഡോർ വിത്തൗട്ട് അസിസ്റ്റീവ് ഡിവൈസസ് അല്ലേ? ഇത്തിരി സിമ്പിൾ ആയിട്ടൊരു ക്വസ്റ്റ്യൻ ആണ് അല്ലേ? ഓക്കെ. എപ്പോഴാണ് പേഷ്യന്റ് ഡിസ്ചാർജ് ഗോൾസ് മീറ്റ് ചെയ്യുക? അതായത് പേഷ്യന്റ് ഇപ്പം ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് പോയി കഴിഞ്ഞാലും പേഷ്യന്റ് സ്വന്തമായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് കഴിയണം അല്ലേ? അപ്പോഴാണ് നമ്മൾ പേഷ്യന്റ് ഡിസ്ചാർജിന് സ്യൂട്ടബിൾ ആണ് എന്ന് നമ്മൾ പറയുക അല്ലേ? അപ്പോൾ ഓപ്ഷൻ എ നോക്കിയേ, റിപ്പോർട്ട്സ് പെയിൻ ഇൻ ദ leg when sitting. പേഷ്യന്റ് ഇരിക്കുമ്പോൾ തന്നെ പേഷ്യന്റ് പെയിൻ ഉണ്ട് അല്ലേ? അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പേഷ്യന്റിനെ വീട്ടിൽ വിടാൻ പറ്റുമോ? ഇല്ല അല്ലേ? പേഷ്യന്റ് പെയിൻ മാനേജ്മെന്റ് ക്ലിയർ ആവില്ല, അല്ലെങ്കിൽ പെയിൻ മാനേജ്മെന്റ് ആക്യുറേറ്റ് ആകില്ല. നെക്സ്റ്റ് ഓപ്ഷൻ ബി നോക്കിയേ, യൂറിനേറ്റിംഗ് എവറി 2 hours while awake. ഒരിക്കലും നമ്മൾ ചെയ്യാൻ പാടില്ല അല്ലേ? നെക്സ്റ്റ് ഓപ്ഷൻ സി, ഫെറ്റീഗ് ആഫ്റ്റർ പെർഫോമിംഗ് ആക്ടിവിറ്റീസ് ഓഫ് ഡെയിലി ലിവിംഗ്. സ്വന്തമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ആക്ടിവിറ്റീസ് ഓഫ് ഡെയിലി ലിവിംഗ് ഒക്കെ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് പേഷ്യന്റ് ഫെറ്റീഗ് ഉണ്ട്. എന്ന് വെച്ചാൽ ആ ആക്ടിവിറ്റീസ് പേഷ്യന്റ് ടോളറേറ്റ് ചെയ്യുന്നില്ല എന്നാണ് അതിന്റെ അർത്ഥം അല്ലെ? അങ്ങനെയുള്ള ഒരു പേഷ്യന്റ് നമുക്ക് ഡിസ്ചാർജ് ചെയ്യാൻ കഴിയില്ല. അപ്പൊ പിന്നെ നോക്കിയേ, ആംബുലേറ്റ്സ് ഔട്ട്ഡോർസ് വിത്തൗട്ട് അസിസ്റ്റീവ് ഡിവൈസസ് അല്ലെ? അതായത് പ്രത്യേകിച്ച് അസിസ്റ്റീവ് ഡിവൈസ് ഒന്നുമില്ലാതെ തന്നെ പേഷ്യന്റ് പുറത്തേക്ക് പോകാനൊക്കെ കഴിയുന്നുണ്ട്. എന്ന് വെച്ചാൽ എന്താണ്? പേഷ്യന്റ് ഇസ് ഏബിൾ ടു പെർഫോം ഹിസ് ഓൺ നീഡ്സ് അല്ലെ? പേഷ്യന്റ് സ്വന്തമായിട്ടുള്ള നീഡ്സ് ഒക്കെ മീറ്റ് ചെയ്യാൻ കഴിയുന്നു എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് പേഷ്യന്റ് ധൈര്യമായിട്ട് വീട്ടിലേക്ക് പറഞ്ഞു വിടാം. അപ്പൊ അതുകൊണ്ട് തന്നെ എന്താണ്? ഓപ്ഷൻ ഡി ആണ് ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരിക. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, the nurse is caring for a 5-year-old boy in the post-operative unit after he underwent tonsillectomy അല്ലെ? ടോൺസിലെക്ടമി അല്ലെങ്കിൽ പോസ്റ്റ് ഓപ്പറേറ്റീവ് ടോൺസിലെക്ടമി കഴിഞ്ഞ പേഷ്യന്റിനെ കെയർ ചെയ്യുകയാണ് ആര്? നഴ്സ് അല്ലെ? The child's gag reflex is intact. കുഞ്ഞിന്റെ ഗാഗ് റിഫ്ലെക്സ് എന്താണ്? ഇൻടാക്ട് ആണ് അല്ലെ? ഗാഗ് റിഫ്ലെക്സ് കൃത്യമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്, അതായത് പേഷ്യന്റ് സോളോ ചെയ്യാനൊക്കെ കഴിയുന്നുണ്ട്. ആൻഡ് ഹി ലൈസ് ഇൻ ദ സൈഡ് ലൈൻ പൊസിഷൻ. പേഷ്യന്റ് സൈഡ് ലൈൻ പൊസിഷനിലാണ് കിടക്കുന്നത്. ദ നഴ്സ് നോട്ടീസ് ദാറ്റ് ഹി ഈസ് റിപ്പീറ്റഡ്ലി swallowing. അപ്പൊ നഴ്സ് എന്താ നോട്ടീസ് ചെയ്യുക? പേഷ്യന്റ് റിപ്പീറ്റ് ആയിട്ട് സോളോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഹി റേറ്റ്സ് ഹിസ് പെയിൻ അറ്റ് എ ലെവൽ 8 യൂസിങ് സ്മൈലിംഗ് ഫേസ് പെയിൻ സ്കെയിൽ ഫോർ കിഡ്സ്. അതായത് കിഡ്സിന്റെ പെയിൻ സ്കെയിൽ വെച്ചിട്ട് ഇവിടെ ഒരു പെയിൻ സ്കോർ 8 ആയിട്ടാണ് നേഴ്സ് റേറ്റ് ചെയ്യുക.
BP is 90/50 millimeters of mercury. Heart rate is 150 beats per minute. Respiratory rate is 26 breaths per minute. Temperature is 37.1 degrees Celsius. What is the most appropriate initial nursing response? Initial nursing response most important ആയിട്ടുള്ളത് എന്താണ്? Okay. Option A is notify the doctor. B. Elevate the head of the bed. C. Administer analgesic. D. Administer infusion bolus. Okay. അപ്പോൾ ഇവിടെ നമുക്ക് ഏകദേശം സംഭവം ഐഡിയ ഒക്കെ കിട്ടിയിട്ടുണ്ട് അല്ലേ? എന്താണ് കുഞ്ഞ് ഫ്രീക്വൻ്റ് ആയിട്ട് സോളോ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ന് വെച്ചാൽ ടോൺസിലക്ടമി കഴിഞ്ഞ പേഷ്യൻ്റ് ആണ്. ടോൺസിലക്ടമി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ വളരെ സിവിയർ ആയിട്ട് അല്ലെങ്കിൽ വളരെ നമ്മൾ സ്പെസിഫിക് ആയിട്ട് നമ്മൾ നോക്കേണ്ട ഒരു കാര്യമാണ് എന്താണ് പേഷ്യന്റ് പോസ്റ്റ് ഓപ്പറേറ്റീവ് ബ്ലീഡിങ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് കേട്ടോ. ഹൈലി വാസ്കുലർ ആണ് ഈ പറയുന്ന ടോൺസിൽസ്, അല്ലെങ്കിൽ നന്നായിട്ട് ബ്ലഡ് സപ്ലൈ ഉള്ള ഓർഗൻ ആണ് ഈ പറയുന്ന ടോൺസിൽ എന്ന് പറയുക. അപ്പോൾ ടോൺസിലിനെ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ബ്ലീഡിങ്ങിനുള്ള സാധ്യത വളരെ കൂടുതലാണ് അല്ലേ? അപ്പോൾ നമ്മൾ ആ ഒരു കണ്ണിലൂടെ വേണം ഈ പേഷ്യന്റ് നോക്കാനായിട്ട്. അപ്പോൾ നോക്കിയാൽ ബ്ലീഡിങ്ങിന്റെ എല്ലാ സിംറ്റംസും ഇവിടെ പേഷ്യന്റ് എക്സിബിറ്റ് ചെയ്യുന്നുണ്ട് അല്ലേ? നോക്കിയാൽ BP പേഷ്യന്റ് കുറവാണ്, ഹാർട്ട് റേറ്റ് 150 ആണ്, അതായത് ഹാർട്ട് റേറ്റും പേഷ്യന്റ് കൂടുതലാണ്, പേഷ്യന്റ് അത്യാവശ്യം പെയിനും ഉണ്ട്. എന്ന് വെച്ചാൽ എന്താണ് ഒരു പോസ്റ്റ് ഓപ്പറേറ്റീവ് ബ്ലീഡിങ് നമ്മളവിടെ സംശയിക്കേണ്ടതായിട്ട് വരും അല്ലേ? നോക്കിയേ ഓപ്ഷൻ എ നോട്ടിഫൈ ദ ഡോക്ടർ. B. Elevate the head of the bed. C. Administer analgesic. Option D. Administer infusion bolus. നോക്കിയേ ഇവിടെ elevate the head of the bed അതിന്റെ ആവശ്യമുണ്ടോ? ഓൾറെഡി പേഷ്യന്റ് ഒരു സൈഡ് ലൈങ് പൊസിഷൻ ആണ്. അപ്പോൾ എലിവേറ്റ് ദ ഹെഡ് ഓഫ് ദ ബെഡ് അത് കറക്റ്റ് ആൻസർ ആയിട്ട് വരില്ല. പിന്നെ ഓപ്ഷൻ സി നോക്കിയാൽ അഡ്മിനിസ്റ്റർ അനാൽജസിക്. ഈവൻ ദോ പേഷ്യന്റ് ഇവിടെ നോക്കിയേ ഇവിടെ പേഷ്യന്റ് പെയിൻ ഉണ്ട്, അവിടെ അനാൽജസിക് നമ്മൾ അഡ്മിനിസ്റ്റർ ചെയ്യണം, പക്ഷെ അതല്ല ഇവിടെ പ്രയോറിറ്റി ഇന്റർവെൻഷൻ അല്ലേ? അപ്പൊ അതുകൊണ്ടും ഈ സി കറക്റ്റ് ആൻസർ ആയിട്ട് വരില്ല. പിന്നെ നോക്കിയേ ഡി അഡ്മിനിസ്റ്റർ ഇൻഫ്യൂഷൻ ബോളസ്. ഇവിടെ അതെ പേഷ്യന്റ് ഉറപ്പായിട്ട് നമ്മൾ ഇൻഫ്യൂഷൻ കൊടുക്കണം, പക്ഷേ നോക്കി അതിനേക്കാളും ഇമ്പോർട്ടന്റ് ആണ് എന്താണ് വി ഹാവ് ടു നോട്ടിഫൈ ദ ഫിസിഷ്യൻ. വൈ? ബിക്കോസ് ദ പേഷ്യന്റ് ഹാസ് ഓൾറെഡി ഡെവലപ്ഡ് കോംപ്ലിക്കേഷൻ അല്ലെ? പേഷ്യന്റ് ഓൾറെഡി ഈ പറഞ്ഞ ടോൺസിലക്ടമിയുടെ കോംപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്തു, അതായത് ബ്ലീഡിങ് പേഷ്യന്റ് ഉണ്ടായതുകൊണ്ട് തന്നെ വി ഹാവ് ടു റിപ്പോർട്ട് ടു ദ ഫിസിഷ്യൻ. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരിക. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് പോകാം. നോക്കിയേ next question. The hospital has sounded the call for a disaster drill on the evening shift. Which of these clients would the nurse put first on the list to be discharged in order to make a room available for a new admission? അതായത് ഈവനിങ് ഷിഫ്റ്റിൽ ഒരു ഡിസാസ്റ്റർ ഡ്രില്ല് ഹോസ്പിറ്റൽ അലേർട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അവിടെ നിന്ന് പുതിയ പേഷ്യൻറ്റിനെ അഡ്മിറ്റ് ചെയ്യാനായിട്ട് നമുക്ക് കുറച്ച് പേഷ്യൻസിനെ ഡിസ്ചാർജ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്നതിൽ ഈ തന്നിരിക്കുന്ന സിനാരിയോയിൽ ഏത് പേഷ്യൻ്റാണ് ഡിസ്ചാർജ് ആകാൻ ഫിറ്റ് ആയിട്ടുള്ള പേഷ്യൻറ്റ്? നോക്കിയാൽ ഓപ്ഷൻ എ മിഡിൽ ഏജ് ക്ലയൻറ്റ് വിത്ത് എ ഹിസ്റ്ററി ഓഫ് ബീങ് വെന്റിലേറ്റർ ഡിപ്പെൻഡൻറ്റ് for over 7 years and admitted with bacterial pneumonia 5 days ago. അതായത് പേഷ്യന്റ് വെന്റിലേറ്റർ ആണ്, അപ്പം പേഷ്യന്റ് ബാക്ടീരിയൽ ന്യൂമോണിയ ഡെവലപ്പ് ചെയ്തു അല്ലേ? സോ അതൊരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കേസാണ്. നമുക്ക് അതിനെ എന്താണ് ഡിസ്ചാർജ് ചെയ്യാൻ പറ്റുമോ? ഉടനെ നമുക്ക് ഡിസ്ചാർജ് ചെയ്യാൻ പറ്റില്ല അല്ലേ? ഓപ്ഷൻ ബി നോക്കിയാൽ യങ് അഡൾട്ട് വിത്ത് ഡയബറ്റിസ് മെലൈറ്റസ് ടൈപ്പ് 2 for over 10 years and admitted with antibiotic induced diarrhea 24 hours ago അല്ലേ? നോക്കിയാൽ പേഷ്യന്റ് ടൈപ്പ് 2 ഡയബറ്റിസ് മെലൈറ്റസ് ആണ്, ഈ യങ് പേഷ്യന്റ് ആണ്. കൂടാതെ ഇപ്പൊ അഡ്മിറ്റ് ആകാൻ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പേഷ്യന്റ് ഒരു ആന്റിബയോട്ടിക് ഡയറിയ ആണ് ഉണ്ടായിരിക്കുന്നത് അല്ലേ? അപ്പൊ നമുക്ക് അത് അവിടെ ഇരുന്നോട്ടെ. ഓപ്ഷൻ സി നോക്കിയാൽ elderly client with a history of hypertension, hypercholesterolemia and lupus and was admitted with സ്റ്റീവൻ ജോൺസൺ സിൻഡ്രോം that morning. അപ്പം ഇന്ന് പേഷ്യന്റ് സ്റ്റീവൻ ജോൺസൺ സിൻഡ്രോം ആയിട്ട് അഡ്മിറ്റ് ആയിരിക്കുകയാണ്. പേഷ്യന്റ് ബാക്കിയുള്ള പല ഡിസീസ് കണ്ടീഷൻസ് ഉണ്ടല്ലേ? നോക്കി ഹൈ റിസ്ക് ആണ് പേഷ്യന്റ്, ഹൈപ്പർ ടെൻഷൻ ഉണ്ട്, ഹൈപ്പർ കൊളസ്ട്രോളീമിയ ഉണ്ട്, ലൂപ്പസ് എരിത്തിമാറ്റോസിസ് ഉണ്ട്. അങ്ങനെയുള്ള പേഷ്യന്റ് നമുക്ക് ഒരിക്കലും ഈ ഒരു സിറ്റുവേഷൻ നമുക്ക് ഡിസ്ചാർജ് ചെയ്യാൻ കഴിയില്ല അല്ലേ? ഓപ്ഷൻ ഡി നോക്കിയാൽ adolescent with a positive HIV test and admitted for acute cellulitis of the lower leg 48 hours ago. അതായത് അഡോളസെന്റ് ആണ്, HIV പോസിറ്റീവ് ആണ്, കൂടാതെ അക്യൂട്ട് സെല്ലുലൈറ്റിസ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. ആ ഒരു പേഷ്യന്റ് നമുക്ക് ഈ ഒരു സിനാരിയോയിൽ നമുക്ക് ഉടനെ ഡിസ്ചാർജ് ചെയ്ത് വിടാൻ കഴിയില്ല അല്ലെ? അങ്ങനെ വരുമ്പോഴത്തേക്ക് നോക്കിയാൽ ഒരു യങ് അഡൽട്ട് ആണ്, ടൈപ്പ് 2 ഡയബറ്റീസ് ഉണ്ട് എന്നുള്ളത് ഓക്കെയാണ്, പക്ഷേ പേഷ്യന്റ് വരാനുള്ള കാര്യം എന്താണ്? ആന്റിബയോട്ടിക് ഇൻഡ്യൂസ് ഡയറി ആണ് അല്ലെ? ആന്റിബയോട്ടിക് സാധാരണ എടുക്കുമ്പോൾ ഡയറി ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കാരണം എന്താണ്? പേഷ്യന്റ് ഈ പറഞ്ഞ അബ്ഡമനിലെ നോർമൽ ഫ്ലോറ അല്ലെങ്കിൽ ഇൻഡസ്ട്രിയിലെ നോർമൽ ഫ്ലോറയൊക്കെ വാഷ് ഔട്ട് ആയി പോകും. സോ അത് നമുക്ക് ഈസി ആയിട്ട് റിവേർട്ട് ചെയ്തെടുക്കാൻ പ്രോബയോട്ടിക് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് റിവേർട്ട് ചെയ്തെടുക്കാൻ കഴിയുന്ന കണ്ടീഷനാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ പേഷ്യന്റ് എന്ത് ചെയ്യാം? നമുക്ക് ഡിസ്ചാർജ് ചെയ്യാം ധൈര്യമായിട്ടില്ല കേട്ടോ. അപ്പൊ അതുകൊണ്ട് തന്നെ ഓപ്ഷൻ ബി ആണ് ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരിക കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ അടുത്ത ഇടയ്ക്ക് ചോദിച്ചാൽ ഒമാൻ പിയേഴ്സൺ വ്യൂ എക്സാമിന്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഇതുപോലെയുള്ള ധാരാളം ക്വസ്റ്റ്യൻസ് നമ്മൾ നമ്മുടെ റെഗുലർ ക്ലാസ്സുകളിൽ ഒക്കെ ഡിസ്കസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഒമാൻ എക്സാം എഴുതാൻ താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ കോഴ്സിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്യുക, നന്നായിട്ട് പഠിക്കുക. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.